താഴ്വര ഭാഗം 33. താരിൻ കുമാരുവിൽ നിന്ന് മടങ്ങിയതിന് ശേഷമുള്ള ദിവസങ്ങൾ ചികിത്സാ കേന്ദ്രത്തിൽ ഒരു പുതിയ തീവ്രമായ ഊർജം നിറഞ്ഞു. മഴക്കാലത്തിന് ശേഷം ഭൂമി ശാന്തമായതുപോലെ ജെയിൻവറിന്റെ വീട് ആസൂത്രണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും നിശബ്ദമായ തിരക്കിലായിരുന്നു. കുമാരുവിന്റെ മലഞ്ചെരുവിൽ നിന്ന് കൊണ്ടുവന്ന ഔഷധങ്ങളുടെ ഗന്ധം കേതിരിയിലെ പരിചിതമായ മണങ്ങളുമായി കലർന്ന് ഒരു പുതിയ യുഗത്തിന്റെ സൂചന നൽകി. വലിയ ഒരു തടിമേശയ്ക്ക് ചുറ്റും ജെയിൻവറും താരിനും തറയിലിരുന്നു. അവർക്കിടയിൽ ഉണങ്ങിയ വേരുകൾ, നിറം മങ്ങാത്ത ഇലകൾ, പ്രത്യേകിച്ചും താരിന്റെ കയ്യക്ഷരത്തിലുള്ള കുറിപ്പുകൾ എന്നിവ കൂമ്പാരമായി കിടന്നു. താരിന്റെ മടക്കം ഒരു വൈജ്ഞാനികമായ ഒത്തുചേരൽ സാധ്യമാക്കിയിരുന്നു. കഴിഞ്ഞ നാളുകളിൽ അവന്റെ ചിന്തകളെ ഭരിച്ച സിദ്ധാന്തങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യവുമായി സംയോജിക്കുകയായിരുന്നു. ജെയിൻവർ ആഴ്ചകൾക്ക് മുമ്പ് തങ്ങൾ തയ്യാറാക്കിയ പട്ടികകളുമായി താരിൻ കൊണ്ടുവന്ന ഓരോ ഔഷധത്തെയും താരതമ്യം ചെയ്തു. ജെയിൻവർ ആവേശത്തോടെ എന്നാൽ പതിഞ്ഞ ശബ്ദത്തിൽ ഓരോ കുറിപ്പുകളും പരിശോധിച്ചു. തന്റെ നീണ്ട വിരൽ കൊണ്ട് പേരുകൾ അടയാളപ്പെടുത്തി. താരിൻ ക്ഷമയോടെ വിശദീകരിച്ചു. ഈ മരുവാ വേരുകൾ. അവൻ മഞ്ഞ കലർന്ന കട്ടിയുള്ള ഒരു വേരെടുത്ത് കാണിച്ചു. ഇവയുടെ കാതൽ ശക്തിയുടെ ഉറവിടമാണ്. ഉടൻ ഉണക്കിപ്പൊടിക്കണം, അല്ലെങ്കിൽ ഈർപ്പം വന്നാൽ അതിന്റെ ശക്തി നഷ്ടപ്പെടും. അടുത്തതായി അവൻ നേർത്ത ഇരുണ്ട കേസർ തൊലിയുടെ ഒരു കെട്ട് മാറ്റിവച്ചു. ഇത് ശുദ്ധീകരണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. തീവ്രമായ താപം ഇതിന്റെ എണ്ണകളെ നശിപ്പിക്കും. അതുകൊണ്ട് നേരിട്ട് തീയിൽ കാണിക്കരുത്. പുതിയ മരുന്നുകളിൽ ഇവയുടെ മിശ്രിതം പ്രധാനമാണ്. രേഖ നിശബ്ദമായ കാര്യക്ഷമതയോടെ അവർക്കിടയിൽ ചലിച്ചു. അവൾ മൺകലങ്ങൾ അടുക്കി വച്ചു. ആവശ്യമുള്ള ഇലകൾ അളന്നു. കുഴമ്പുകൾക്കായി കല്ലുരലുകൾ തയ്യാറാക്കി. അവളുടെ ഓരോ ചലനവും കൃത്യതയുള്ളതും ഭംഗിയുള്ളതുമായിരുന്നു. അവൾ സംസാരിക്കുന്നത് കുറവായിരുന്നു. എന്നാൽ എപ്പോഴാണ് അവർക്കൊരു പുതിയ പാത്രം ആവശ്യമുള്ളതെന്നോ ഏത് വേരുകളാണ് കൂടുതൽ ഉണങ്ങേണ്ടതെന്നോ അവൾക്കറിയാമായിരുന്നു. അവളുടെ ചുവടുകൾക്കിപ്പോൾ ഭാരം കുറവായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ശൂന്യത അലിഞ്ഞു പോയിരുന്നു. കാരണം അവൻ വീണ്ടും അടുത്തുണ്ടായിരുന്നു. അവന്റെ സാമീപ്യം ഒരു അദൃശ്യമായ താങ്ങ് പോലെ അവളെ ബലപ്പെടുത്തി. താരിന്റെ കണ്ണുകൾ മേശയിൽ നിന്നും കുറിപ്പുകളിൽ നിന്നും വല്ലപ്പോഴും അവളുടെ നേർക്ക് തിരിയും. അവൾ ശ്രദ്ധയോടെ ജോലി ചെയ്യുന്നത് അവൻ കാണും. ചിലപ്പോൾ താരിൻ അവൾ മുറിയുടെ അങ്ങേത്തലയിൽ നിന്ന് തന്നെ നോക്കുന്നത് കണ്ടു. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ വേഗത്തിൽ തന്റെ ജോലിയിലേക്ക് തിരിയും. മുഖത്ത് നേരിയ ചുവപ്പ് പടരും. അവിടെ വാക്കുകളേക്കാൾ പ്രധാനം ചെയ്യുന്ന കാര്യങ്ങൾക്കായിരുന്നു. അവർ ഒരുമിച്ച് നിലകൊണ്ടു. അറിവും വിശ്വാസവും പങ്കുവച്ചു. ഒരു പൊതുലക്ഷ്യത്തിനായി കൈകോർത്തു. താരിന്റെ മടങ്ങിവരവ് കേവലം ഔഷധങ്ങളുടെ ലഭ്യത മാത്രമല്ല, കേതിരിയിലെ അവരുടെ ജീവിതത്തിന്റെ പൂർണ്ണതയും കൂടിയായിരുന്നു. അങ്ങനെ തിരക്കിട്ട ജോലികൾക്കിടയിൽ മറ്റൊരു സായാഹ്നം കടന്നുപോയി. ഉച്ചതിരിഞ്ഞ് സൂര്യൻ മരങ്ങൾക്കിടയിലൂടെ നേർത്ത പ്രകാശം പരത്തി. ചികിത്സാ കേന്ദ്രത്തിലെ തിരക്ക് കുറഞ്ഞു. അപ്പോഴേക്കും ഏറ്റവും പ്രധാനപ്പെട്ട വേരുകളും ഇലകളും തരംതിരിച്ചുണക്കാൻ വച്ചിരുന്നു. ജെയിൻവർ തന്റെ പഠനത്തിനായി ഒരു വലിയ കെട്ട് കുറിപ്പുകളെടുത്ത് മുറിയിലേക്ക് പോയി. ജോലിയുടെ തിരക്ക് കുറഞ്ഞ ഒരു നിമിഷം താരിൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഇലകൾ അടുക്കി വെക്കുകയായിരുന്നു. ഓരോന്നും ശ്രദ്ധയോടെ തന്റെ കുറിപ്പുകളുമായി ഒത്തുനോക്കുന്നു. അപ്പോഴാണ് രേഖ അവനെ സമീപിച്ചത്. അവളുടെ ഭാവം അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അത് ശാന്തമായിരുന്നു. എന്നാൽ ആ ശാന്തതയ്ക്കുള്ളിൽ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് ഒളിപ്പിച്ചു വച്ചിരുന്നു. കുമാരുവിൽ നിന്ന് അവൻ മടങ്ങിയതിനു ശേഷം അവന് കാണിച്ചു കൊടുക്കാൻ അവൾ ആഗ്രഹിച്ച ഒന്നുണ്ടായിരുന്നു. എന്നാൽ ജോലിയുടെ തിരക്കും ജെയിൻവറിന്റെ സാന്നിധ്യവും അവളെ തടഞ്ഞു. ഇപ്പോൾ ചികിത്സാ കേന്ദ്രം അസാധാരണമാം വിധം ശാന്തതയിലായതിനാലും സന്ധ്യാസമയം അടുത്തതിനാലും ആ പ്രേരണ വീണ്ടും ഉയർന്നു. ഇത്തവണ കൂടുതൽ ശക്തമായി, കൂടുതൽ നിർബന്ധപൂർവം. താരിൻ, അവൾ പതിയെ വിളിച്ചു. അവളുടെ ശബ്ദം മുറിയിലെ ശാന്തതയിൽ ഒരു നേർത്ത മണിനാദം പോലെ മുഴങ്ങി. എന്റെ കൂടെ വരൂ, എനിക്കൊരിടം കാണിക്കാനുണ്ട്. അവന്റെ ഉള്ളിൽ ഒരു നേരിയ കൗതുകമുണർന്നു. അവൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഔഷധത്തോട്ടത്തിലെ പുതിയ ചെടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ കണ്ടെത്തലോ ആയിരിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഇതൊരു വ്യക്തിപരമായ ക്ഷണമാണ്. അവൻ തരംതിരിക്കുന്ന ഇലകൾ ശ്രദ്ധയോടെ ഒരു കുട്ടയിലേക്ക് വച്ചു. അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളെ നേരിട്ടു. അവൾ കാത്തിരുന്നു. അവളുടെ നോട്ടം ദൃഢമായിരുന്നു. അവൻ അധികം ആലോചിച്ചില്ല. കാരണം അവൾ അവനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. അവൻ മേശയിലേക്ക് തിരിഞ്ഞ് അടുക്കി വെച്ച ഇലകളെ ഒന്ന് തലോടിയിട്ട് അവൾക്ക് പിന്നാലെ ചെന്നു. അവൾ മുറ്റത്തേക്ക് തിരിഞ്ഞു.
ഔഷധത്തോട്ടത്തിന് നടുവിലൂടെ അവൾ അവനെ നയിച്ചു. താരിൻ അവളുടെ പിന്നാലെ നടന്നു. ആശ്രമമതിലിന്റെ അരികിലെത്തിയപ്പോൾ അവൻ നിന്നു. എവിടേക്കാണ്? താരിൻ സംശയത്തോടെ ചോദിച്ചു. രേഖ ചിരിച്ചുകൊണ്ട് മതിലിനു മുകളിൽ പടർന്നു കിടന്ന വള്ളിപ്പടർപ്പുകൾ ഉയർത്തി. അവിടെയുള്ള വിള്ളൽ താരിനു മുന്നിൽ തെളിഞ്ഞു. എൻ്റെ ഒപ്പം വരൂ. അതും പറഞ്ഞ് അവൾ വിള്ളലിലൂടെ പുറത്തേക്ക് കടന്നു. ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലായ താരിൻ അവൾക്ക് പിന്നാലെ പുറത്തേക്കിറങ്ങി. ചികിത്സാ കേന്ദ്രത്തിന്റെ പരിചിതമായ കല്ലുപാതകൾ പിന്നിട്ട് രേഖ അവനെ പിന്നിലുള്ള ഒരു ഇടുങ്ങിയ വഴിയിലൂടെ നയിച്ചു. നിലം പതിയെ താഴ്ന്നു. മരങ്ങൾ ഇടതൂർന്നു. സൂര്യപ്രകാശം ക്രമരഹിതമായ വിടവുകളിലൂടെ താഴേക്ക് വന്നു. പുളിരസമുള്ള ഇലകളുടെ ഗന്ധം അവരെ പൊതിഞ്ഞു. താരിൻ നിശബ്ദമായി അവൾക്ക് പിന്നാലെ നടന്നു. മരങ്ങൾക്കിടയിലൂടെ അവൾ ശ്രദ്ധയോടെ ചലിക്കുന്നത് നിരീക്ഷിച്ചു. ഈ വഴി അവൾക്ക് സ്വകാര്യവും വിശുദ്ധവുമാണെന്ന് അവന് തോന്നി. കുറച്ചു ദൂരം നടന്നപ്പോൾ മരങ്ങൾ കുറഞ്ഞു. പഴയ കേതിരിയുടെ അവശിഷ്ടങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പൊളിഞ്ഞ കല്ലുകൊണ്ടുള്ള കമാനങ്ങൾ, പായിൽ മൂടിയ തൂണുകൾ, പ്രായം കൊണ്ടും സമയം കൊണ്ടും പൊട്ടിപ്പിളർന്ന മതിലുകൾ, ഒരു കാലത്ത് ഗംഭീരമായ ഒരു നിർമ്മിതിയുടെ നേർത്ത രൂപരേഖ. അവൻ അത്ഭുതത്തോടെ അവയെല്ലാം നോക്കി. ഇത് പഴയ കേതിരിയിലെ രാജാക്കന്മാരുടെ സ്ഥലമാണ്. അവന്റെ സംശയം മനസ്സിലാക്കി രേഖ അവനോട് പറഞ്ഞു. ഇടതുവശത്തുള്ള ഒരു പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിലേക്ക് കൈചൂണ്ടി അവൾ തുടർന്നു. ഇവിടെയാണ് ആളുകൾ ഒരിക്കൽ അപേക്ഷകൾ സമർപ്പിക്കാൻ വന്നിരുന്നത്. ഇവിടെ ഗുമസ്തന്മാർ കുടുംബങ്ങളുടെയും ഗ്രാമങ്ങളുടെയും വിധി തീരുമാനിച്ച രേഖകൾ പനയോലയിൽ എഴുതി. ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. താരിന്റെ കണ്ണുകളിൽ ഇപ്പോഴും അത്ഭുതം നിറഞ്ഞു നിന്നു. പണ്ട് മാനവന്മാർ കേതിരിയെ ആക്രമിക്കുന്നതുവരെ ഇതായിരുന്നു രാജ്യത്തിന്റെ തലസ്ഥാനം. ഇപ്പോൾ ഇത് കേതിരിയിലെ എൻ്റെ പ്രിയപ്പെട്ട ഇടമാണ്. കേതിരിയുടെ ചരിത്രവും തൻ്റെ മാത്രം രഹസ്യവും രേഖ താരിനുമായി പങ്കുവച്ചു. അവർ പണ്ഡിതന്മാരുടെ ചർച്ചാമുറി എത്തുന്നതുവരെ മുന്നോട്ട് നടന്നു. നടക്കുന്ന വഴിയിൽ താരിൻ ചുറ്റുമുള്ള കാഴ്ചകൾ ആവേശത്തോടെ നോക്കി. ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം. കവാടത്തിൽ പടർന്നു കയറിയ വള്ളികളെ ശ്രദ്ധയോടെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൾ പതിയെ പറഞ്ഞു. അകത്തേക്ക് കയറുന്നതിനിടയിൽ രേഖ അവനെ നോക്കി പറഞ്ഞു, അകത്തേക്ക് വരൂ. താരിൻ ചെറുതായി കുനിഞ്ഞ് ആ ഇടുങ്ങിയ വഴിയിലൂടെ അകത്തേക്ക് കടന്നു. അവൻ വാതിൽ കടന്ന നിമിഷം അവിടുത്തെ അന്തരീക്ഷം മാറി. അവൻ മുറിയിൽ ചുറ്റും നോക്കി. മുറിയുടെ നടുക്കായി ഒരു കൽമേശ. മുറിയുടെ ചില മതിലുകൾ തകർന്നു പോയിരുന്നു. ചിലതിൽ വള്ളികൾ മാത്രം. പുരാതന ലിഖിതങ്ങളുടെ നേരിയ കുത്തുപണികൾ അകത്തെ മതിലുകളിൽ നിരന്നു. സമയത്തിന്റെ സ്പർശം അവയെ മായിച്ചിരുന്നു. അവൻ ഒരു നിമിഷം നിന്നു. ഈ സ്ഥലം ഒരു വിശുദ്ധ ഗുഹ പോലെ തോന്നി. രേഖ അവനെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടായിരുന്നു. അവന്റെ പ്രതികരണം അളക്കുന്നത് പോലെ. താരിനകത്തേക്ക് കൂടുതൽ ചുവടുവെച്ചു. അകത്തെ വായു പുറത്തേതിനേക്കാൾ തണുപ്പുള്ളതായിരുന്നു. പഴയ കല്ലിന്റെ മണവും അവിടെ ഒത്തുകൂടിയ അറിവിന്റെ അദൃശ്യമായ ഭാരവും അവിടെ ഉണ്ടായിരുന്നു. രേഖ ആ മുറിയുടെ മധ്യഭാഗത്തേക്ക് നടന്നു. അവിടെയുള്ള കൊത്തിയ കൽമേശയിൽ കൈവച്ചു. ആ സ്പർശനത്തിൽ ഒരുതരം പരിചിതത്വമുള്ളതുപോലെ താരിന് തോന്നി. അതവളുടെ വീട് പോലെയായിരുന്നു. ഇവിടെ ജീവനുണ്ടെന്ന് തോന്നുന്നു, അവൻ മന്ത്രിച്ചു. രേഖ തലയാട്ടി. എല്ലാം ശബ്ദമുഖരിതമാക്കുമ്പോൾ ഞാനിവിടെ വരും. ഈ സ്ഥലം ഇത് കേൾക്കും, അവൾ മൃദുവായി പറഞ്ഞു. അപ്പോൾ താരിൻ അവളെ നോക്കി, ശരിക്കും നോക്കി. ഈ സ്ഥലത്തോടുള്ള അവളുടെ അടുപ്പം ഒരു ശീലത്തിനപ്പുറമാണെന്ന് അവളുടെ മുഖത്ത് കണ്ടു. അവൾ പറഞ്ഞ രീതിയിൽ വർഷങ്ങളുടെ നിശബ്ദമായ ഏകാന്തത അടങ്ങിയിരുന്നു. താരിൻ മേശയുടെ അടുത്തേക്ക് ചുവടുവെച്ചു. അവന്റെ കണ്ണുകൾ ക്രമരഹിതമായ കല്ലുകളിലൂടെ ഓടിച്ചു. അവന്റെ ശ്രദ്ധ കൊത്തുപണികളിൽ പതിഞ്ഞു. അവ വ്യക്തമല്ലെങ്കിലും അവ വാദത്തിന്റെയും പഠനത്തിന്റെയും ചിഹ്നങ്ങൾ വഹിച്ചു. രേഖ നടന്ന് കേടുകൂടാത്ത ഒരു കല്ലിലിരുന്നു. അവളുടെ അരികിലുള്ള കല്ലിൽ പതിയെ തട്ടി അവനെ ഇരിക്കാൻ ക്ഷണിച്ചു. അവൻ അവളോടൊപ്പം ഇരുന്നു. ആ പഴയ ചർച്ചാമുറിയിൽ സായാഹ്ന വെളിച്ചം വള്ളികൾക്കിടയിലൂടെ നേർത്ത രേഖകളായി കല്ലുകൾക്ക് മുകളിൽ പതിച്ചു. ആ മുറി അവർ രണ്ടുപേരെയും പുറംലോകത്ത് നിന്ന് വേർതിരിച്ചു. ഇരുവർക്കുമിടയിലെ നിശബ്ദത പുറത്തെ കാടിന്റെ മൃദുലമായ ശബ്ദങ്ങളെക്കാൾ ശക്തമായിരുന്നു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും സ്വകാര്യവുമായ ഇടം അവനുമായി പങ്കുവച്ചതിന്റെ ആശ്വാസം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ഈ മുറി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ ഇരിക്കാറുണ്ടായിരുന്നു, അവൾ പറഞ്ഞു. താരിൻ ചലിക്കാതെയിരുന്നു. ശ്രദ്ധയോടെ അവളെ കേട്ടു. അവളുടെ ഓരോ വാക്കും അവൾക്ക് എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് അവന്റെ നിശബ്ദത വെളിപ്പെടുത്തി. രേഖ തന്റെ വിരലുകൾ അരികിലുള്ള കല്ലിൽ പതിയെ ഓടിച്ചു. അതിന്റെ പാളികളിലൂടെ തന്റെ ഓർമ്മകൾ തേടുന്നത് പോലെ. വളരെ ചെറുപ്പമായിരുന്നപ്പോഴാണ് ഒരാൾ എന്നെ കേതിരിയിലേക്ക് കൊണ്ടുവന്നത്.
അവൾ അവിടെ നിർത്തി. ആ ഓർമ്മയുടെ ഭാരം അവളുടെ ചുണ്ടുകളിൽ നിന്ന് വാക്കുകൾ വലിച്ചെടുക്കുന്നത് പോലെ തോന്നി. താരിൻ ചെറുതായി അവളിലേക്ക് തിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ ചോദ്യങ്ങളില്ലാതെ അവളെ നോക്കി. അവൻ്റെ സാമീപ്യം ഒരു സുരക്ഷിതമായ തീരം പോലെ രേഖയ്ക്ക് അനുഭവപ്പെട്ടു. രേഖയുടെ ശബ്ദം താണു, സൗമ്യമായിരുന്നു. എന്നാൽ അതിലൊരുതരം ദുർബലതയുണ്ടായിരുന്നു. ഒരു സ്ത്രീ. അവൾ കണ്ണു ചിമ്മി. ആ ഒരൊറ്റ വാക്ക് എത്രയോ കാലം അവൾ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നു എന്നവൻ അറിഞ്ഞു. അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. അവളുടെ ശബ്ദം ഒരു മന്ത്രിക്കൽ പോലെയായിരുന്നു. ഓർമ്മയുള്ളത് അവരുടെ കൈകൾ മാത്രമാണ്. അവർ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു, ശക്തിയായി. അവൾ എൻ്റെ കുഞ്ഞു കൈയിൽ മുറുകെ പിടിച്ചിരുന്നു. അവർ എന്നെ ഇവിടേക്ക് നടത്തിക്കൊണ്ടുവന്നു. എന്നിട്ടവർ പോയി. ഓർമ്മയുടെ ആ നേർത്ത ചിത്രം അവൾ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ചെറുതായി നനഞ്ഞു. അത്രയുള്ളൂ അവളുടെ ഓർമ്മ. എന്നാൽ അത് രേഖയുടെ ജീവിതത്തിന്റെ മുഴുവൻ അടിത്തറയായിരുന്നു. താരിന്റെ നെഞ്ചിൽ ഒരു ഭാരം നിറയുന്നത് അവൻ അറിഞ്ഞു. അവന്റെ ശ്വാസം ഒരു നിമിഷം നിലച്ചു. രേഖയുടെ ഈ ഏകാന്തമായ ഭൂതകാലം അവൾക്ക് തനിച്ചുള്ള ഒരു ഭാരമാണെന്ന് അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞു. അവന്റെ കൈ അറിയാതെ അവന്റെ കാൽമുട്ടിൽ മുറുകെ പിടിച്ചു. അവൻ സംസാരിച്ചില്ല. രേഖ കൈകൾ മടിയിൽ മടക്കി വച്ച് അകലേക്ക് നോക്കി. എന്നിട്ട് സംഭാഷണത്തെ അവൾ തന്നെ എത്തിച്ച അറ്റത്ത് നിന്ന് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ മൃദുവായി പറഞ്ഞു, വരൂ, ഇനിയും ചിലതുകൂടി കാണിക്കാനുണ്ട്. അവൾ പതിയെ എഴുന്നേറ്റു. വസ്ത്രത്തിലെ പൊടി തട്ടിക്കളഞ്ഞു. അവൾ പകുതി തകർന്ന കൽമതിലിന് പിന്നിലേക്ക് നടന്നപ്പോൾ താരിൻ അവളെ പിന്തുടർന്നു. അവൾ അവനെ അവശിഷ്ടങ്ങളുടെ ഉള്ളിലേക്ക്, ബാക്കിയുള്ള ഭാഗങ്ങളേക്കാൾ പഴക്കമുള്ളതായി തോന്നുന്ന ഒരിടത്തേക്ക് കൂടുതൽ ആഴത്തിൽ നയിച്ചു. വഴി ഇടുങ്ങി. തകർന്ന തൂണുകൾ അതിരിട്ടു നിന്നു. ചിലത് അരക്കെട്ടുയരം മാത്രം, ചിലത് ഉയരമുള്ളതും അപകടകരമായി ചരിഞ്ഞതും വള്ളികളാൽ വരിഞ്ഞു മുറുക്കപ്പെട്ടവ. അവിടെ നിഴലുകൾക്ക് നീളം കൂടി. മണ്ണിലും പടർന്ന വേരുകളിലും മിക്കവാറും മൂടിപ്പോയ ഒരു താഴ്ന്ന കൽത്തട്ടിന് മുന്നിൽ അവൾ നിന്നു. അതിന്റെ മുകളിൽ മങ്ങിയ ചിത്രങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. വൃത്തത്തിനുള്ളിലെ വൃത്തങ്ങൾ ഇപ്പോൾ കഷ്ടിച്ചു മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഇത്, അവൾ മൃദുവായി പറഞ്ഞു. തന്റെ വിരലുകൾക്ക് ആ രൂപരേഖകളിൽ ഓടാൻ കഴിയും വിധം അവൾ മുട്ടുകുത്തി. കേതിരിയുടെ ഏറ്റവും പഴക്കമുള്ള ഭാഗങ്ങളിൽ ഒന്നാണിത്. താരിൻ അവളുടെ അരികിൽ കുനിഞ്ഞിരുന്നു. കാണാൻ വേണ്ടി മുന്നോട്ടാഞ്ഞു. ഇതെന്തായിരുന്നു? വിദ്യാഭ്യാസത്തിനുള്ള ഒരിടം, അവൾ പറഞ്ഞു. നമ്മുടെയൊക്കെ മുത്തച്ഛിമാർ ജനിക്കുന്നതിന് മുമ്പും ഇവിടെ വെച്ച് പൂർവികർ ഒരുമിച്ചിരുന്നു. അവർ ഇവിടെ വെച്ച് നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ചു. ഔഷധങ്ങൾ, മരുന്നുകൾ, ജീവിതം, അറിവൊരു വ്യക്തിയെ ശുദ്ധീകരിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അവൾ നിശബ്ദയായി. ഒരു മങ്ങിയ കൊത്തുപണിയിൽ അവളുടെ വിരലുകൾ നിന്നു. വരൾച്ച വന്നപ്പോഴും രോഗങ്ങൾ പടർന്നപ്പോഴും ആളുകൾ ഇവിടെ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഈ കല്ലുകൾ ഉത്തരങ്ങൾ നൽകുമെന്ന് അവർ വിശ്വസിച്ചു. അവൾ സംസാരിക്കുമ്പോൾ താരിൻ അവളുടെ മുഖചിത്രം നോക്കി. ഈ സ്ഥലം അവൾക്ക് വെറും ചരിത്രമല്ലെന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിനെ ചുറ്റിപ്പറ്റിയാണ് അവൾ തന്റെ ജീവിതം രൂപപ്പെടുത്തിയത്. ചിലപ്പോൾ ഞാൻ ആലോചിക്കും, അവർ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന്. ഈ കല്ലുകൾക്ക്, ഈ തകർന്ന തൂണുകൾക്ക് അവർക്കറിയാമായിരിക്കും ആരായിരുന്നു അവരെന്ന്. അവളുടെ ചോദ്യം വായുവിൽ തങ്ങി നിന്നു. ആരായിരുന്നു ആ സ്ത്രീ? ഒരുപക്ഷെ അവളുടെ അമ്മയോ അല്ലെങ്കിൽ അവളെ സംരക്ഷിച്ച മറ്റൊരാളോ? ഞാൻ കരയുന്നത് ജൈൻവർ കണ്ടെത്തി. അദ്ദേഹം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇത്രയും കാലം ഞാൻ ആരാണെന്നറിയാതെ ജീവിച്ചു. താരിന്റെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമായി. രേഖ അവളുടെ ഭൂതകാലത്തെക്കുറിച്ച് ഇത്രയും തുറന്ന് സംസാരിക്കുമെന്നവൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെറുതായിരുന്നപ്പോൾ ഈ കല്ലുകൾ ഉണർന്ന് എന്നോട് ഞാൻ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും പറയുമെന്ന് ഞാൻ സങ്കല്പിച്ചിരുന്നു. സ്വന്തം ചിന്തയിൽ അവൾ ചെറുതായി ചിരിച്ചു. പക്ഷെ അവർ ഒരിക്കലും പറഞ്ഞില്ല. അവിടെ ഒരു നിശബ്ദതയുണ്ടായി. മുമ്പുള്ളതിനേക്കാൾ ആഴത്തിൽ അമർന്ന ഒന്ന്. താരിൻ മൃദുവായി ചോദിച്ചു, നിനക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? അവളുടെ കണ്ണുകൾ അവൻ്റേതുമായി കൂട്ടുമുട്ടി. മുൻപേ ആഗ്രഹിച്ചിരുന്നു, അവൾ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അത് പ്രധാനമാണോ എന്ന് എനിക്കറിയില്ല. അവൾ പതിയെ എഴുന്നേറ്റു. അവളുടെ കൈ കല്ലിന്റെ അരികിലൂടെ നീങ്ങുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഞാൻ അറിയാൻ വേണ്ടിയുള്ളതല്ലായിരിക്കാം. അവൾ ഒരു നിമിഷം നിന്നു. എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് എനിക്ക് ആകാംക്ഷയുണ്ട്. രേഖയുടെ മുഖം താരിനിലേക്ക് തിരിഞ്ഞു. അവളുടെ മുഖത്ത് കൂടുതൽ സത്യസന്ധമായ, കൂടുതൽ തുറന്ന ഒരു ഭാവമായിരുന്നു. അവൾ തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ല. അവളുടെ കണ്ണുകളിൽ അവൾ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ഒരേ ഒരു ചോദ്യത്തിന്റെ തീവ്രതയുണ്ടായിരുന്നു. താരിൻ, അവൾ പതിയെ വിളിച്ചു. അവളുടെ ആ വിളിയിൽ ഒരു യാചനയുണ്ടായിരുന്നു.
അവൻ അവളുടെ കണ്ണുകളെ നേരിട്ടു. അവന്റെ കണ്ണുകൾ കൂടുതൽ ഇരുണ്ടതും ആഴത്തിലുള്ളതുമായി തോന്നി. നീ കേതിരി വിട്ടു പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകുമോ? ചർച്ചാമുറിയുടെ തണുത്ത കല്ലുകൾക്കിടയിൽ വാക്കുകൾ തങ്ങി നിന്നു. മൃദുവായി, എന്നാൽ ഭാരത്തോടെ വിറച്ചു. ഈ ചോദ്യം കേവലം യാത്രയെക്കുറിച്ചുള്ളതല്ലായിരുന്നു. ഇത് സ്വീകാര്യതയെക്കുറിച്ചുള്ളതായിരുന്നു. ഒറ്റപ്പെടലിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ചുള്ളതായിരുന്നു. ആ ചോദ്യം തന്റെ ഹൃദയത്തിൽ നേരിട്ട് പതിക്കുന്നത് പോലെ താരന് തോന്നി. അവന്റെ നെഞ്ചിലെ പേശികൾ മുറുകി. അവൻ പതിയെ ശ്വാസം ഉള്ളിലേക്കെടുത്തു. ആ നിമിഷം അവന്റെ ചുറ്റുമുള്ള ലോകം നിശ്ചലമായി. കേതിരിയിലെ തകർന്ന മതിലുകളും കുമാരുവിന്റെ വിദൂരമായ മലനിരകളും ജെയിൻവറിന്റെ ശാന്തമായ മുഖവും എല്ലാം അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരു വേദനയുടെ മിന്നൽ അവന്റെ നിശബ്ദതയിൽ ഉണ്ടായിരുന്നു. കാരണം അവന് അതേ എന്ന് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. രേഖ ഈ ചോദ്യം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഈ ആഗ്രഹം മനസ്സിൽ വഹിച്ചിരുന്നു. പക്ഷെ കുമാരുവിന്റെ നിയമങ്ങൾ, ജെയിൻവറിന്റെ ആവശ്യങ്ങൾ, അവന്റെ അനിശ്ചിതമായ പാത, അവനറിയാമായിരുന്നു അവനൊരു വിശുദ്ധമായ കടമ നിർവഹിക്കുകയാണെന്ന്. അത് ഒരുമിച്ച് യാത്ര ചെയ്യാൻ എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. അവൻ കേവലം ഒരു സഞ്ചാരിയല്ല. അവൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരു ഉറപ്പ് നൽകാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൻ സംസാരിച്ചില്ല. അവന്റെ ചുണ്ടുകൾ ചെറുതായി വിറച്ചു. അവന് കഴിഞ്ഞില്ല. എന്നാൽ രേഖ അവന്റെ കണ്ണുകളിൽ ആ സത്യം വായിച്ചു. ആ ആഗ്രഹം, മടി, അവന് പ്രകടിപ്പിക്കാൻ അനുവാദമില്ലാത്ത ശാന്തമായ ദീർഘവികാരം. അവൾ അവന്റെ ഉത്തരം കേട്ടു, വാക്കുകളില്ലാതെ. അവൾ താഴേക്ക് നോക്കി, പക്ഷെ നിരാശയോടെയല്ല, കൂടുതൽ മനസ്സിലാക്കലോടെ. അവൾക്കറിയാമായിരുന്നു അവന്റെ നിശബ്ദത വിസമ്മതമല്ല, മറിച്ച് ഉത്തരവാദിത്തമാണെന്ന്. ഈ ചോദ്യം ഉന്നയിച്ചതിലൂടെ അവൾ അവരുടെ ബന്ധത്തിന്റെ ഒരു പുതിയ തലം തുറന്നിരുന്നു. അവൾ പതിയെ തലയാട്ടി. ആ നിമിഷം അവർക്കിടയിൽ ഒരു പുതിയ തരം കരാർ രൂപപ്പെട്ടു. വാക്കുകളാൽ കെട്ടിയിട്ടില്ലാത്ത, എന്നാൽ ആഴത്തിൽ വേരൂന്നിയത്. അവർ മുറിയുടെ പുറത്തേക്ക് നടന്നു. രേഖയുടെ ചലനം ശ്രദ്ധയോടെയുള്ളതായിരുന്നു. അവൾക്കുത്തരം ലഭിച്ചിരുന്നില്ല, എന്നാൽ അവൾക്ക് വിശ്വാസം ലഭിച്ചിരുന്നു. അവർ ആ മുറി പതിയെ വിട്ടു. അവശിഷ്ടങ്ങൾ സായാഹ്ന വെളിച്ചത്തിൽ സ്വർണം പോലെ തിളങ്ങി. അവരുടെ കാൽക്കീഴിൽ വീണ ഇലകൾ മർമ്മരമുണ്ടാക്കി. പാത അവർക്ക് മുന്നിൽ നിശബ്ദമായി കിടന്നു. അവർ നടക്കുമ്പോൾ ആരും സംസാരിച്ചില്ല. താരിൻ അവളുടെ അടുത്തു നടന്നു. അവന്റെ ഉള്ളിൽ അവൾ ഉന്നയിച്ച ചോദ്യം ഒരു കനൽ പോലെ എരിഞ്ഞു. അവളെ കൂടെ കൊണ്ടുപോകാൻ എങ്ങനെ, എപ്പോൾ? ചോദ്യങ്ങൾക്ക് ഭാരമുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ജീവിതം ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് ചായുന്നതുപോലെ അവൻ അനുഭവപ്പെട്ടു.